ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സജീനയുടെ മെയിലാണ് വായിക്കുന്നത്. 32 വയസ്സുള്ള സജീന ഒരു ഓട്ടോ ഡ്രൈവറുടെ ഭാര്യയാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. മാഡം, എൻ്റെ പേരാണ് സജീന, 32 വയസ്സ്, 2 കുട്ടികളുണ്ട്. ഭർത്താവ് നാട്ടിൽ തന്നെയാണ്. നേരത്തെ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഓട്ടോ എടുത്ത് ഓടിക്കുകയാണ്. ഭർത്താവിന് എന്നോട് അമിതമായ സ്നേഹവുമില്ല, എന്നാൽ കുറച്ചൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരാളുമാണ്. ഞങ്ങളുടെ വീട് ഒറ്റപ്പെട്ട സ്ഥലത്താണ്. ചുറ്റും വലിയൊരു മുതലാളിയുടെ വലിയൊരു റബ്ബർ തോട്ടമാണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് പേടിയുണ്ട്. ഒറ്റയ്ക്ക് ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. ഭർത്താവ് രാവിലെ ആകുമ്പോൾ അങ്ങ് പോകും, ചിലപ്പോഴൊക്കെ 5 മണിക്കും പോകും. ഞാനപ്പം ഇക്കയോട് പറയും, ഇക്ക ഇവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒറ്റപ്പെട്ട സ്ഥലമാണ്, എനിക്കങ്ങ് പേടിയാണ്. അതിനെന്താ, നിൻ്റെ കൂടെ നമ്മൾ 2 കുട്ടികളുമില്ലേ, കുട്ടികൾ ചെറുതല്ലേ ഇക്ക. അപ്പോൾ ഇക്ക പറയും, എടി ഞാൻ ജോലിക്കാണ് പോകുന്നത്, അല്ലാതെ വേറെ കാര്യത്തിലൊന്നുമല്ല. നീ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല, നിന്നെ പിടിച്ചു തിന്നാൻ വേണ്ടി ഇവിടെ അങ്ങ് ആരും വരില്ല എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ സുന്ദരിയല്ലേ എന്ന്. ഭർത്താവ് പറയും, സുന്ദരിയാണ് എന്ന് വെച്ചിട്ട് നിന്നെ നോക്കി നടക്കുന്ന നാട്ടുകാരും, അതുകൊണ്ട് പേടിക്കാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ ഒരാളാണ് എൻ്റെ ഭർത്താവ്. പക്ഷേ മാഡം, യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം ഇടയ്ക്ക് മാറി മറിഞ്ഞു. അതിന് കാരണം ഞങ്ങളുടെ അവിടുത്തെ റബ്ബർ തോട്ടത്തിലെ ടാപ്പിങ്ങിന് വന്ന ഒരു ചെക്കനാണ്. അവന് 10-24 വയസ്സ് കാണും കേട്ടോ. കണ്ടാലൊക്കെ സുന്ദരനാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം, കയ്യിലിരിപ്പ് വഷളത്തരമാണ്. എന്നെയാണെങ്കിൽ അവൻ മിക്കവാറും നോക്കും. എൻ്റെ ഭർത്താവ് 5 മണിക്ക് പോയി കഴിഞ്ഞാലേ പിന്നെ ഇവൻ പല വിളയാട്ടത്തിനും റെഡിയായി നിൽക്കുകയായിരിക്കും. ഇവൻ രാത്രി ഒരു 3 മണിയാകുമ്പോൾ വന്ന് വെട്ടാൻ തുടങ്ങും. അത് ഭർത്താവ് പോയി ഇത്തിരി കഴിയുമ്പോഴേക്കും തീരുകയും ചെയ്യും. പിന്നെ അവന് വെളുക്കുന്നത് വരെ ഫ്രീ അല്ലേ. അവൻ ഞങ്ങളുടെ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കും. കാര്യം, വീടിൻ്റെ അവിടെയുള്ള വെട്ടമൊക്കെ അവിടെ റബ്ബർ തോട്ടത്തിലുണ്ടല്ലോ. ഞാനാണെങ്കിൽ ആ റബ്ബർ തോട്ടത്തിൻ്റെ മതിലിനരികെയുള്ള കിണറ്റിൽ നിന്നാണ് വെള്ളം കോരുന്നത്. ഞാൻ വെളുപ്പിനെ വെള്ളം കോരാൻ പോകുമ്പോഴേ അവൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് റബ്ബർ വെട്ടുകയായിരിക്കും. എല്ലാം തീർത്ത് വന്ന് എൻ്റെ വീടിൻ്റെ സൈഡിലെ മരങ്ങൾ ഇങ്ങനെ വെറുതെ വെട്ടിക്കൊണ്ടിരിക്കും. അഹങ്കാരി. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ, ചേച്ചിയെ ഭർത്താവ് പോയോ എന്ന് ചോദിക്കും. ഞാൻ പറയും, പോയെന്നും. ആഹാ, അതെന്തായാലും കാര്യമായി എന്ന് പറയും. ഞാൻ ചോദിക്കും, നിനക്കിതിലൊക്കെ എന്താ കാര്യമെന്ന്. അപ്പം പറയും, എന്തായാലും ചേച്ചി വെള്ളം കോരി ഒഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. കുരിഞ്ഞു നിന്ന് ചേച്ചിയുടെ ഒരു പ്രത്യേകതര സ്റ്റൈലിലാണ് വെള്ളം കോരുന്നത്. അതെന്താടാ പ്രത്യേകതര സ്റ്റൈൽ വെള്ളം കോരാൻ? നിൻ്റെ അമ്മയും പെങ്ങളൊന്നും വെള്ളം കോരുന്നത് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, അമ്മയും പെങ്ങളും വെള്ളം കോരുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ അവരൊന്നും ഇത്ര വെളുപ്പിന് വന്ന് വെള്ളം കോരാറില്ല. അതുമാത്രമല്ല, അവരൊന്നും ഇത്രയും സുന്ദരികളുമല്ല എന്ന് പറയും. അവരതൊന്നും ഏൽക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചില സമയത്ത് അവൾ വന്നിട്ട് പറയും, ഇന്നെന്താണെന്നറിയില്ല, തണുപ്പില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, പാല് നന്നായിട്ട് മരം അങ്ങോട്ട് ചുരുത്തുന്നില്ല എന്നൊക്കെ പറയും. ആദ്യമാണെങ്കിൽ അവൻ്റെ ശബ്ദം കൊണ്ടുള്ള ശല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവൻ മതിൽ ചാടി ഇറങ്ങി എൻ്റെ അടുത്ത് വന്ന് നിന്ന് കുശലം ചോദിക്കാൻ തുടങ്ങി. ഞാൻ അവനെ ഓടിച്ചു വിടാൻ ശ്രമിച്ചാലും അവൻ പോകില്ല. അതുമാത്രമല്ല മാഡം, വെളുപ്പിന് എങ്ങനെയാണ് കടന്ന് അലറി വിളിക്കുന്നത്. അലറി വിളിച്ചാലും ആരും കേൾക്കാനില്ല. അവൻ കടന്നു കയറി എല്ലാം കഴിഞ്ഞു പോയാലും ഇവിടെങ്ങും ആരും അറിയില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമാണ് ഞാൻ നിന്നിരുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ പോടാ, ഇറങ്ങിപ്പോ, ഇങ്ങനെയൊക്കെ പറയുകയുള്ളൂ, അല്ലാതെ വലിയ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഈ ശല്യം എൻ്റെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല. ഭർത്താവാണെങ്കിൽ പറയും, ഞാനാണ് അവന് വളം വെച്ച് കൊടുത്തതെന്നും. അതുകൊണ്ട് ആരോടും ഇത് ഞാൻ പറഞ്ഞില്ല. എല്ലാം തന്നെ ശരിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവൻ അവിടെ വന്ന് മിക്കവാറും കൊതിയോടുകൂടിയാണ് എന്നെ നോക്കിയിരിക്കുന്നത്. രാത്രി ഇടാറുള്ള നൈറ്റ് തന്നെയായിരിക്കും ഞാൻ രാവിലെ ഇടുക. അലസമായതുകൊണ്ട് അവൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പല കാര്യങ്ങളും അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന രീതിയിൽ കാണുന്നുണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വെള്ളം കിണറ്റിൽ നിന്നാണ് ഞാൻ കോരാറുള്ളത്. ഒരു ദിവസം ഞാൻ കാലത്ത് വെള്ളം കോരുമ്പോൾ അവൻ എന്നെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചു. തൊട്ടിയും കയറും വാങ്ങി അവൻ എൻ്റെ പുറകിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. മാഡം, ഞാൻ ആകെ നനഞ്ഞു പോയി. നീ എന്ത് തോന്നിയസാ കാണിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും അവൻ അവൻ്റെ ദേഹത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞത്, ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ലെന്ന്. പക്ഷേ അന്നൊരു മകരമാസമായിരുന്നു. മകരമഞ്ഞ് മൂടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ എന്നെ ആശ്ലേഷിച്ചത്. ആ കെട്ടുപാടിൽ നിന്ന് പൊട്ടിച്ചെറിയാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ, മോനെ വേണ്ട, നീ പോകൂ, റബ്ബർ വെട്ടൂ, റബ്ബറിൻ്റെ പാര ചുരന്നോ നോക്കൂ, റബ്ബർ കറയെല്ലാം ഒളിച്ചു പോകും മോനെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ ഞാൻ മാറ്റിവിടാൻ ശ്രമിച്ചെങ്കിലും അവൻ പറഞ്ഞു, കറയുടെ കാര്യമോർത്ത് ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല, വേറെ പലതും നമുക്കിവിടെ ഉണ്ട്. ചേച്ചി എനിക്ക്
അത്ര ഇഷ്ടമായിട്ടാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഒറ്റപ്പെട്ട ഈ സ്ഥലത്ത് ചേച്ചി മാത്രമാണ് എനിക്കൊരു ആശ്വാസം. ആരും അറിയില്ല. നമ്മളിവിടെ എത്ര ഒച്ചയുണ്ടാക്കിയാലും ആരും അറിയാൻ പോകുന്നില്ല. ചേച്ചിയുടെ ഭർത്താവ് അവിടെ ഇല്ല. ചേച്ചി പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? എന്നെ ഇഷ്ടമല്ലേ? ചേച്ചിയുടെ ഭർത്താവിനേക്കാൾ കാണാൻ സൗന്ദര്യം എനിക്കില്ലേ? ചെറുപ്പക്കാരനല്ലേ? എൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഒന്ന് രണ്ട് മുന്നനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് ചേച്ചിയെ ഞാൻ ദ്രോഹിക്കുകയില്ല. സ്നേഹിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പൊതിഞ്ഞു പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മകരമാസക്കുളിരി മാറി. വേനൽ ചൂട് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. നമുക്കിനി കുളിമുറിയിൽ പോയി സ്നാനത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ നിർബന്ധിച്ച് അവിടേക്ക് കൊണ്ടുപോയി. വീട്ടിനകത്ത് കുട്ടികൾ ഉറങ്ങുകയല്ലേ. ഞാൻ പാതി മനസ്സോടുകൂടിയാണ് അതിനകത്ത് കയറിയത്. അതിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പരിമിതമായ സൗകര്യങ്ങളിലും പൂവം പെയ്ത് പുഷ്പങ്ങൾ വിരിയിക്കുന്ന ഒരു കാമദേവനാണ് അവനെന്ന് എനിക്കപ്പോൾ തന്നെ മനസ്സിലായി. ആദ്യമുള്ള ഇഷ്ടക്കേട് നവരസങ്ങൾക്ക് വഴിമാറി. ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് ഇണയേറിയ ഞങ്ങളെപ്പോലെയായിരുന്നു. അവൻ എന്നെ എടുത്തു പൊക്കിട്ട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യേ, കുളിമുറിയുടെ മേളത്തെ അഴികളിൽ മുറുക്കി പിടിക്കാനെന്നും. ഞാൻ ചോദിച്ചു എന്തിനാണെന്നും. ചുമ്മാ ഒരു രസമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അന്ന് ജിംനാസ്റ്റിക്കിന് പോയായിരുന്നെങ്കിൽ ഒളിമ്പിക്സിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയേനെ. പക്ഷേ അതിനുമൊക്കെ മികച്ച പോക്കുവരവുകൾ ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആനയിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഇത്രയും നാൾ ഞാൻ അവനെ എന്തിനാണ് വെറുത്തത്. പോടാ പോടാ എന്ന് പറഞ്ഞത് എന്തിനാണ്? അവൻ റബ്ബർ വെട്ടിക്കൊണ്ട് വെറുതെ സമയം കളഞ്ഞു. അങ്ങേരെ ഇറങ്ങിപ്പോകുമ്പോഴേ ഇവനെ ഞാൻ കടാക്ഷിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സാഗരത്തിൽ നീരാടാമായിരുന്നു. എല്ലാം വൈകിപ്പോയി. സാരമില്ല, ഇനി ഒരു ദിവസം പോലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഇനി എല്ലാ 5 മണികളും ഞങ്ങൾക്ക് സ്വന്തം. ഭർത്താവ് പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ചില ദിവസങ്ങളിൽ വയ്യാന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഇക്ക ഓട്ടോ ഓടിക്കാൻ പോകൂ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. ഇക്കയ്ക്ക് ഇന്ന് വയ്യെങ്കിലും ഞാൻ മരുന്നുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പനിയുള്ളപ്പോൾ പോലും ഞാൻ പറഞ്ഞു വിടും. കാര്യം അവനൊരു പനി പോലും പിടിക്കില്ലെന്നെൻ്റെ പ്രാർത്ഥന. അവന് പനി പിടിച്ചാൽ മുടങ്ങിപ്പോകും. ഏത് ദിവസവും ഞാൻ സന്നദ്ധയായിരുന്നു. എൻ്റെ എല്ലാ ദിവസങ്ങളും അവൻ അപഹരിച്ചു. ഒറ്റപ്പെട്ട വീട്ടിൽ താമസിക്കുന്നതിന് ഭർത്താവിനോടുള്ള കംപ്ലൈൻറ്റ് എനിക്കങ്ങ് മാറിക്കിട്ടി. എൻ്റെ ഭർത്താവ് ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് ഒറ്റപ്പെട്ട ഈ വീട്. ഇനിയിപ്പം ഇവനോടുള്ള ബന്ധത്തിൽ എനിക്ക് താല്പര്യം കൂടി. ഭർത്താവിനോടുള്ള താല്പര്യം കുറഞ്ഞെങ്കിലും ഒന്ന് വിചാരിച്ച് ഞാൻ ഇക്ക ഉറങ്ങിക്കിടന്നാലും ഇക്കയൊന്ന് തോണ്ടും. ഇക്ക വെറുതെ ഇങ്ങനെ കിടക്കാതെ വരൂ ഇക്ക. സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു മിഠായി ഭരണി പോലെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാര്യം ഭർത്താവിന് സംശയം തോന്നരുതല്ലോ. അദ്ദേഹമാണ് എൻ്റെ എല്ലാം എന്ന് തോന്നണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ തായമ്പക നിലച്ചെങ്കിലോ എന്ന് പേടിച്ചായിരുന്നു. എൻ്റെ 2 വശത്തുമുള്ള നല്ല കാര്യങ്ങൾ അവിടെ തുടർന്നുകൊണ്ടേയിരുന്നു. ഞാനാണ് ഭാഗ്യവതിയെന്ന് എനിക്ക് തോന്നിപ്പോയി. തോട്ടക്കാരനൊരു വേട്ടക്കാരനായി വന്നല്ലോ. അതുമാത്രമല്ല, ഇക്കേക്കാൾ വ്യത്യസ്തനാണ് അവൻ. ഞാനാണെങ്കിൽ കണ്ടിട്ടുള്ളത് വേറൊന്നാണല്ലോ. ഇവൻ അങ്ങനെയല്ല. കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ഭാവമാണ് അവനിൽ. അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നെ ഒത്തിരി ആകർഷിച്ചു എന്ന് പറയാം. ഒരു പുതുമ തോന്നി. പതുക്കെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ അവൻ ഞങ്ങളുടെ വീടിനകം വരെ എത്തി. രാവിലെ തന്നെ ഭർത്താവ് ഓട്ടോ എടുത്ത് പോയാൽ ഉടൻ അവൻ പറമ്പിൽ നിന്ന് ഇറങ്ങി വരും. ചിലപ്പോൾ അവൻ കുളിമുറിയിൽ കയറി നന്നായി കുളിക്കും. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന മുറിക്കപ്പുറത്ത് ഒരു മുറിയുണ്ട്, അവിടേക്ക് പോകും. എങ്കിലും സംശയമൊന്നുമില്ലാതെ ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് 2 പേർക്കും കഴിഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് അമലിലാണ്. എൻ്റെ ഭർത്താവിൻ്റെ വയറൊക്കെ ചാടി തൂങ്ങിയിരിക്കുകയാണ്. ഇവൻ അങ്ങനെയല്ല. 6 പാക്കുള്ള ഒരു പുരുഷൻ. കറക്റ്റ് പുരുഷന്മാരുടെ വയറ് ചാടിയിരുന്നാൽ ഒട്ടും കൊള്ളില്ല മാഡം. നല്ല നേരെയായിട്ട് 6 പാക്കെങ്കിലും വേണം. ഇവൻ അധ്വാനിച്ച് 6 പാക്ക് ആയതാണ്. അതുകൊണ്ട് അതിൻ്റെതായ ചില മെച്ചം എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയിലും സൗന്ദര്യത്തിലുമൊക്കെ എനിക്ക് മെച്ചപ്പെട്ട ഒരു തന്നെയാണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് അവനോടുള്ള ആകർഷണം എനിക്ക് നാൾക്ക് നാൾ കൂടിക്കൂടി വന്നതേ ഉള്ളൂ. എല്ലാ ദിവസവും എനിക്ക് രസകരമായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് അത്യപൂർവമായൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു. ഒരു ദിവസം രാവിലെ എൻ്റെ ഭർത്താവ് 5 മണിയായപ്പോഴേക്കും ഓട്ടോയും കൊണ്ട് പോയി. അവൻ പെട്ടെന്ന് ചാടി വന്നു. ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത തലത്തിലേക്ക് കടന്നു. അവനാണെങ്കിൽ അന്നെന്തോ വല്ലാത്ത ആവേശമായിരുന്നു. 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് അന്നുണ്ടായിരുന്നു. അവൻ നാട്ടിൽ പോയിരുന്നു. ഞാനാണെങ്കിൽ ദാഹിച്ച് മോഹിച്ച് പ്രേമ യമുനയിൽ
താമര വെള്ളം തുഴയാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അവൻ വന്നത്. ഞാനും അവിടെ ആക്റ്റീവായിരുന്നു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊന്ന് പച്ച പിടിച്ച് വന്നപ്പോഴുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഓട്ടോ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അങ്ങേരെന്തോ ആവശ്യത്തിന് തിരിച്ചു വന്നിട്ടുണ്ട്, നീ മാറ്, നീ ഇറങ്ങിപ്പോ, നീ എവിടെയെങ്കിലും വിളിക്കെന്ന് പറഞ്ഞു. പക്ഷേ അവനതൊന്നും കേൾക്കുന്നില്ല. എനിക്കാണെങ്കിൽ അവനിൽ നിന്ന് സ്വതന്ത്രമാകാനും പറ്റില്ല. അവന് ഒന്നും പ്രശ്നമില്ല. അവൻ മുന്നോട്ട് കൂടുതൽ വേഗത്തിൽ പോവുകയാണ്. ഇവനെന്തൊരു സ്വഭാവമാണ്, പേടിയില്ലേ? ഇവനെന്താണ് മാറാത്തത്, ഒഴിഞ്ഞു മാറാത്തത്? എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പോകോളം ഉരുണ്ടു വരുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ അവന് യാതൊരു കൂസലുമില്ല. ഭർത്താവ് വന്ന് ബെല്ലടിക്കുന്നത് എനിക്ക് കേൾക്കാം. എഴുന്നേറ്റ് പോയി എനിക്കത് തുറക്കാനും പറ്റില്ല. പക്ഷേ അവനാണെങ്കിൽ കൂടുതൽ ആവേശത്തോടുകൂടി ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക രീതിയിൽ എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറിക്കൊണ്ടിരുന്നു. ഇവൻ വല്ലാത്ത ധൈര്യമുള്ളൊരു മനുഷ്യൻ തന്നെ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി എന്താണ് ഉണ്ടാകുക? എനിക്കറിയില്ല. കുറച്ചു നേരം ബെല്ലടിച്ചിട്ടും ഞാൻ തുറക്കാത്തതുകൊണ്ട് ഭർത്താവ് അടുക്കള വശത്തേക്ക് വന്നു. കാര്യം അടുക്കള വശം തുറന്നു കിടക്കാതിരിക്കുന്ന അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതിലേക്ക് കയറി ഞങ്ങൾ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഞെട്ടിപ്പോയി. എടീ വഞ്ചകി എന്ന് പറഞ്ഞ് പുള്ളി മുന്നോട്ടാഞ്ഞപ്പോഴേക്കും ഇവൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ഭർത്താവിനെ കീഴ്പ്പെടുത്തി. അത് കഴിഞ്ഞ ശേഷം ഒരു സാരി കൊണ്ട് പുള്ളിയെ ശരിക്കും കൈയും കാലുമൊക്കെ കെട്ടിയിട്ട് ഭർത്താവിനെ ഒരു മൂലയ്ക്ക് ഇരുത്തിക്കളഞ്ഞു. ഞാൻ അവൻ്റെ വേഗത കണ്ട് അത്ഭുതപ്പെട്ടു. ഇവൻ ഞാൻ വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല. ഇവനൊരു പടയാളി വീരനാണ്, അല്ലെങ്കിൽ ഇവൻ വേറെന്തോ വലിയൊരു പുള്ളിയാണ്. എനിക്ക് ഉറപ്പാണ്. എനിക്കത് കണ്ട് പേടിയും വന്നു, അത്ഭുതവും വന്നു. ഭർത്താവാണെങ്കിലും അത്ഭുതപ്പെട്ട് പേടിച്ചു പോയെന്ന് കാണാം. എന്തായിരിക്കും അങ്ങയുടെ അവസ്ഥയെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ ഞാൻ മാറ്റിയിട്ടിരുന്ന എൻ്റെ തൊങ്ങൽ വെച്ച് ഒന്നെടുത്ത് അങ്ങയുടെ വായിലും കടിപ്പിച്ചു, ശബ്ദമുണ്ടാക്കാതിരിക്കാൻ. ശരിക്കും അങ്ങയുടെ നില കണ്ട് എനിക്കും ദുഃഖം തോന്നി. പക്ഷേ ഇവനോട് എനിക്ക് പേടിയും തോന്നി. എന്ത് ചെയ്യാനാണ്? ഇവൻ്റെ മുന്നിൽ ഞാനും പെട്ടുപോയി, ഭർത്താവും പെട്ടുപോയി. കുളത്തിലെ പുളവനാണെന്ന് ഞാൻ വിചാരിച്ചവൻ ആഫ്രിക്കയിലെ അനാക്കോണ്ടയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ആ നിമിഷം വേണ്ടി വന്നു. എന്തു ചെയ്യണമെന്നറിയില്ല. എടാ നീ എന്തായി കാണിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം എന്നെ ശബ്ദിക്കാൻ അനുവദിച്ചില്ല. ഒന്നും തീർന്നിട്ടില്ല, തുടങ്ങി വെച്ചത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ എതിർക്കാൻ നോക്കിയെങ്കിലും അവന് വല്ലാത്തൊരാവേശമായിരുന്നു. പണ്ടത്തെ പോലെയല്ല. കാരണം എൻ്റെ ഭർത്താവ് കാണുന്നുണ്ടല്ലോ, അതവനെ കൂടുതൽ ലഹരി പിടിച്ചവനാക്കിയെന്ന് എനിക്ക് തോന്നി. ഭർത്താവിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ ആക്റ്റീവായല്ലോ. ഇപ്പോൾ അവൻ ആക്റ്റീവല്ല, പെരും ആക്റ്റീവ്. സർക്കസിലെ ട്രപ്പീസ് കളിക്കാരെ പോലെ എനിക്കവിടെ പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നു. അവൻ ഒന്നും നിർത്തുന്നില്ല. അവന് ഒരവസാനവുമില്ല. അവൻ്റെ വിചിത്രമായ സ്വഭാവത്തിൽ ഞാനന്ന് ഒത്തിരി പകച്ചുപോയ രാത്രിയായിരുന്നു. പക്ഷേ മണിക്കൂറുകൾ എനിക്ക് അവനോടൊത്ത് ചരിക്കാതിരിക്കാൻ സാധിച്ചില്ല. അന്ന് പെരുമഴ താളം തുള്ളുകയായിരുന്നു. ആ കുന്നുകൾ മുഴുവനും ഇടിഞ്ഞു നിവന്ന് അന്ന് സമതലമായി പോകുമെന്ന് ഞാൻ പേടിച്ചു. ഇത്രയും വിചിത്രമായ സ്വഭാവമുള്ളൊരുത്തരാണ് അവനെന്ന് എനിക്കറിയില്ലായിരുന്നു. പെരുമഴ പെയ്തു തുറന്നപ്പോൾ 6:10 അപ്പോൾ നേരം ഏകദേശം വെളുത്തു. എൻ്റെ ഭർത്താവിനിട്ട് 2 തൊഴിയും കൊടുത്ത് ഭീഷണിപ്പെടുത്തി ഇതാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്ത്യമായിരിക്കുമെന്ന് പറഞ്ഞാണ് അവൻ ഇറങ്ങിപ്പോയത്. ഭർത്താവിൻ്റെ കെട്ടുകളഴിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം നുരപൊട്ടുകയായിരുന്നു. ഇതെല്ലാം എൻ്റെ കാരണമാണ്, എൻ്റെ ആസ്വാദനം മൂലമാണ്. പക്ഷേ അദ്ദേഹത്തോട് അത് പറയാൻ പറ്റില്ലല്ലോ. മോചിതനായ ഭർത്താവ് എന്നെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്തു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അവൻ എന്തിനു വന്നതാണ്? നീ അറിഞ്ഞുകൊണ്ടല്ലേടി എന്നൊക്കെ ചോദിച്ചു. ഞാൻ അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു. ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവൻ അവിടെ നിന്ന് വെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ വെള്ളം കോരിക്കൊണ്ട് വന്ന് പാതകത്തിലേക്ക് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവൻ പുറകിൽ നിന്ന് വരികയായിരുന്നു. എനിക്കൊന്നും അറിയില്ല ഇക്ക, എൻ്റെ തെറ്റല്ല, എനിക്കറിയില്ല. ഇക്ക കണ്ടതാണ് സത്യം. ഇക്കയല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിലില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടി കരഞ്ഞു. അതല്ലേ മാഡം പറ്റിക്കുള്ളൂ. യഥാർത്ഥ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഞാൻ വല്ലാത്തൊരു സ്ത്രീയായിത്തീരും. ഒരിക്കലും ഇത്തരക്കാരെ വിളിച്ച് ഒരു സ്ത്രീകളും അകത്ത് കയറ്റരുതെന്നുള്ള പാഠം എനിക്കന്ന് മനസ്സിലായി. ഞാൻ ചെയ്തത് വമ്പൻ തെറ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കൈക്കൊക്കെ ചെറിയ മുറിവ് പോലെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല.
എങ്കിലും അദ്ദേഹത്തിന് നല്ല പേടിയുണ്ടായിരുന്നു. അത്ര വലിയ ധൈര്യമുള്ള മനുഷ്യനൊന്നുമല്ല. 2 ദിവസം അദ്ദേഹം പനിച്ചു വിറച്ചതുപോലാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്കും ദുർബലനായ അദ്ദേഹം. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പേടി എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ്. എനിക്കെന്തെങ്കിലും പരിക്കു പറ്റിയോ എന്ന് 100 വട്ടം ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്നും. എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് എനിക്കറിയില്ലേ. കാര്യം ഇത് എത്ര ദിവസമായിട്ട് തുടരുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. ഇനി അവനിപ്പോൾ ഏതൊക്കെ അടവുകൾ പുറത്തെടുത്താലും എനിക്ക് പ്രശ്നമില്ലല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നല്ലോ. ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. സാരമില്ല, ഞാൻ 2 കുഞ്ഞുങ്ങളുടെ ഉമ്മയല്ലേ, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലിക്ക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് മനസ്സിലായി. പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ സംഭവം എനിക്കൊരു ഷോക്കായി. ഭർത്താവിനുള്ളതുപോലെ എനിക്ക് ഷോക്കായി തോന്നി. കാര്യം ഇതൊക്കെ രഹസ്യമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇത്രയും അധികം ആർജവം കാണിക്കുമ്പോൾ അവൻ ഒരു വില്ലനാണ്. ശരിയായ നല്ല സ്വഭാവമുള്ളവനല്ല. എന്നാലും എൻ്റെ ഭർത്താവ് അടങ്ങിയിരുന്നില്ല. അവൻ അതിക്രമിച്ച് വീട്ടിലേക്ക് കയറി ഇങ്ങനൊരു പ്രവൃത്തിക്ക് തുനിഞ്ഞു എന്നുള്ള രീതിയിൽ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ഭർത്താവിൻ്റെ കൂട്ടുകാരൊക്കെ ഒത്തുവന്നു. അവനെ അവിടുന്ന് ചാടിച്ചു വിട്ടു. നാട് കടത്തിയെന്ന് പറയാം. അവന് ജോലിയും പോയി. അവൻ ഏത് നാട്ടുകാരനാണെന്നോ എങ്ങോട്ട് പോയെന്നൊന്നും എനിക്ക് പിന്നെ അറിയുകയില്ല മാഡം. ഭർത്താവിന് എൻ്റെ മേൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ആരും അതിൽ സംശയിച്ചുമില്ല. ഇവിടെ ശരിക്കും ഞാൻ നിരപരാധി തന്നെയല്ലല്ലോ എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതെന്നെ വല്ലാതെ തളർത്തും. ഇവിടെയാണ് ഞാൻ ശരിക്കും കുറ്റം ചെയ്തത്. റൂമിൽ കയറ്റിയത് എൻ്റെ സമ്മതത്തോട് തന്നെയാണ്. എല്ലാം തുടങ്ങിയതും എൻ്റെ സമ്മതവും ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വിശ്വാസം മൂലം ഞാൻ അവനെ വിളിച്ചു. അവൻ എന്നോട് കാണിച്ചത് കൊടും ചതിയല്ലേ. ഞാൻ പോകാൻ പറഞ്ഞപ്പോൾ അവനതിന് തയ്യാറായില്ല. ഇത് ഭർത്താവ് അറിയാതെ സ്വകാര്യമായി കൊണ്ടുകൊണ്ടൊരു ബന്ധമല്ലേ. പക്ഷേ അവനതിന് തയ്യാറായില്ല. എന്തോ വലിയ പോരാളി വീരനെ പോലെ അവൻ ഭർത്താവിനോട് അങ്ങനെ കാണിച്ചിട്ട് അയാളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ പെരുമാറിയത് എങ്ങനെ ന്യായീകരിക്കാനാണ് മാഡം? അത് അവൻ ചെയ്ത വലിയൊരു തെറ്റാണ്. വിശ്വാസ വഞ്ചനയാണ്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ആരോടും ഒന്നും തുറന്നു പറയാനേ പറ്റില്ലല്ലോ മാഡം. വീട്ടിൽ അതിക്രമിച്ച് കടന്നു എന്ന് മാത്രമേ ഭർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അവൻ എന്തിനോ മുതിർന്നു. ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നടന്നതൊന്നും കറക്റ്റ് ആളുകൾക്കറിയില്ല. പിന്നെ ഞങ്ങളുടെ അടുപ്പത്തിന് ഒരു തെളിവുമില്ല. അവൻ്റെ ഫോൺ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. അവൻ എവിടെയാണെന്നോ എനിക്കറിയുകയില്ല. ഇതൊന്നും നിയമ നടപടിയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ മറ്റുള്ളവർ നിർബന്ധിക്കുന്നുണ്ട്. എങ്കിലും ഇതൊക്കെ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടുകാരൊക്കെ ഇത് വ്യാപകമായ രീതിയിൽ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭർത്താവിനും ഇത് നിയമപരമായിട്ടൊന്നും ആക്കാൻ ഒട്ടും താല്പര്യമില്ല. കൂടുതൽ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ, അത്രയേ ഉള്ളൂ. മറ്റൊരു വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് താമസം മാറാനാണ് ഭർത്താവ് പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത് മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് കൂടിയാണ്. കാരണം ചുമ്മാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ വന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിങ്ങൾ ശരിക്കും അങ്ങ് പെട്ടുപോയി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞ പോലെ ചെറുപ്രായത്തിൽ പലവിധ എക്സ്പീരിയൻസുകളും ഉണ്ടാക്കി ഇതിനോടൊക്കെ ക്രേസ് ഉണ്ടായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ വിചിത്രമായ പല മോഹങ്ങളുമുള്ള ഒരു മെനകെട്ടവനാണ് അവൻ. അപ്പം അവൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോഴേക്കും ഒരു വല്ലാത്ത രീതിയിലാണ്, കൊടും ക്രൂരനാണ് അവനെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളത് കൊണ്ടാണ് അവൻ വ്യത്യസ്തത പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രൂരമായ രീതിയിലേക്ക് ഇങ്ങനെ പെരുമാറിയത്. അപ്പോൾ ഇനി അവന് കിട്ടാനുള്ളത് വേണമെങ്കിൽ പല സ്ഥലത്തുനിന്ന് കിട്ടിയേക്കാം. ഇവിടെ എന്തായാലും അവൻ അതിക്രമം കാണിച്ചത് നിങ്ങളോടല്ല, നിങ്ങളുടെ ഭർത്താവിനോടാണ്. പക്ഷേ ഇതിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും ഉള്ളത് കൊണ്ട് അവിടെ നിങ്ങൾ തെറ്റുകാരി ആയതുകൊണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയാകാനുള്ള പേര് ഒന്നുകൂടി ചീത്തയാകും എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും വരാനില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് ഇത് മാനേജ് ചെയ്യുക. ഇങ്ങനെ അവൻ അതിക്രമിച്ച് കയറി ആ സമയത്ത് ഭാഗ്യത്തിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. എല്ലാവരും കൂടി വന്ന് അവന് ജോലി കളയുകയും അവന് വേണ്ട ശിക്ഷ കൊടുത്ത് അവനെ നാട്ടിലേക്ക് വിടുകയും ചെയ്തു എന്നുള്ള രീതിയിൽ ആളുകളുടെ ആർജവത്വത്തെ നിങ്ങളങ്ങ് അടിച്ചമർത്തുക. അതല്ലേ പറ്റുകയുള്ളൂ. അല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ വന്ന് തത്ത പറഞ്ഞവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. അവസാനം ഇതെന്താണെന്ന് നാട്ടുകാർ മുഴുവനും അറിയുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇതിന് പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനമെടുത്തത് വളരെ നല്ലതാണ്. കാര്യം നിങ്ങളുടെ ഭാഗത്തും അതിൽ ന്യായമില്ല. ഇവിടെ ഭർത്താവിൻ്റെ ഭാഗത്ത് മാത്രമുള്ളൂ ന്യായം, ബാക്കി ആരുടെ ഭാഗത്തും ന്യായമില്ല. എങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ
വലിയ രീതിയിൽ കുളമാക്കാതെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നതാണ് നല്ലത്. എങ്കിലും ഭർത്താവ് പറയുന്ന ആ ഐഡിയ ശരിയാണ്. കാര്യം ഇതേപോലെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഉച്ചത്തിൽ നിലവിളിച്ചാൽ പോലും പ്രയോജനമില്ലാത്തൊരു സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മൂലമാണ്. ഇനി അതല്ല, ഇഷ്ടമില്ലാത്ത 1 2 3 പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത്യന്തം ആപത്തായ ഒരു സിറ്റുവേഷനാണ്. ഇപ്പം നിങ്ങൾക്ക് വളമായതെല്ലാം ആ സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ ആ സിറ്റുവേഷൻ ആപത്തും ഉണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ മാറി താമസിക്കുക. അത് നല്ലൊരു ഓപ്ഷനാണ്. ആളുകളും നിങ്ങളുടെ അടുത്ത ബന്ധുക്കളൊക്കെ ഉള്ളിടത്ത് താമസിക്കുക. അങ്ങനെയാകുമ്പോഴേക്കും ഇത്തരം അൺനെസസറി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്ക് എന്ത് ഉടച്ചു വേണേലും ആകാം. എങ്കിലും നിങ്ങൾക്ക് ഭർത്താവിനോട് സ്നേഹമൊക്കെ ഉണ്ട്, നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. എന്നാലും വ്യത്യസ്തനായ ഒരു സുന്ദരക്കുട്ടിപ്പം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തത തോന്നി, അത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ നിങ്ങൾ ഓർത്തത് ഇത് ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അവൻ ഇത്രയും അങ്ങോട്ടൊരു രാക്ഷസീയ സ്വഭാവത്തിന് അടിമയാണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു. ഏതൊരു കാമുകനാണെങ്കിലും ഭർത്താവ് വരുമ്പോൾ ഓടിപ്പോകും. അതല്ലേ ഏത് സ്ത്രീയും അങ്ങോട്ട് പ്രതീക്ഷിക്കൂ. പക്ഷേ ഇവിടെ നടന്നത് അതിനൊക്കെ എതിരാണ്. അതാണ് നിങ്ങളെയും വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം അത്ഭുതങ്ങൾ തേടി പോകാതിരിക്കുക. കാര്യം നല്ലൊരു ഭർത്താവ്, അങ്ങേർക്ക് ഇത്തിരി കുറവുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പുതുമ തേടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. വേലി ചാടുന്ന പശുവിനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന പഴഞ്ചൊല്ലി ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് ഇഷ്ടമല്ല. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയും. ഇത്തരം ബന്ധങ്ങളൊക്കെ നല്ലതാണെന്ന്. പക്ഷേ നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുന്ന ഇത്തരം വല്ലാത്ത മെൻറ്റാലിറ്റി ഉള്ള ആളുകളുമായിട്ടുള്ള ബന്ധം നല്ലതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ബന്ധങ്ങളുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ആരും അറിയാതെ കുടുംബത്തിന് കോട്ടം തട്ടാതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും നല്ലതാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുകൂലമല്ലെങ്കിൽ പോലും ഇത്തിരി അനുകൂലിച്ച് പറയാം, ആർക്ക് ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ. ഇതങ്ങനെയല്ല, വളരെ ഷോക്കിംഗ് ആയുള്ളൊരു സംഭവമായി പോയി നിരപരാധിയായ ഭർത്താവിന്. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്കും അങ്ങനെയായി, എന്നാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ബെനിഫിറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ നിരപരാധിയായ ഭർത്താവിന് അവിടെ വേദനയും പേടിയും വിദ്വേഷവും ഒക്കെയാണ് ഉണ്ടായത്. അപ്പം അങ്ങയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ലവനായ ഒരു മനുഷ്യനായതുകൊണ്ട് അങ്ങേർക്കത് സംഭവിച്ചതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇനി നല്ലൊരു ഭാര്യയായിട്ട് മുന്നോട്ട് പോവുക. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് തിരുത്താൻ പറ്റുമ്പോഴേക്കും നമ്മൾക്ക് നല്ലവരായിട്ട് മാറാൻ പറ്റും. അല്ലാതെ എല്ലാ സമയത്തും തെറ്റുകാരായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുകയില്ല. നമുക്ക് നല്ലതും വരാം, ചീത്തയും വരാം. പക്ഷേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നല്ലവരാകാൻ എളുപ്പമാണ്. അതുകൊണ്ട് കുറ്റബോധം ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ കുടുംബം നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഇതിലുണ്ടാക്കിയെടുക്കുക. എല്ലാവരും പറഞ്ഞ പോലെ ഇതിലെടുത്ത് ചാടിയിട്ട് കാര്യമില്ല. അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. ഇതിൽ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്കും തോന്നുന്നത്. ഇതിനിടയ്ക്ക് ഒരു കുറ്റവാളിയാണ് അവനെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഒരു മൈൻഡുള്ളവനാണ്. അപ്പോൾ അവൻ ഇനി പോയിട്ട് ആരുടെയൊക്കെ ജീവിതം നശിപ്പിക്കുമെന്ന് അറിയില്ല. അവനെ അങ്ങ് വെറുതെ വിട്ടതും ശരിയല്ലെന്ന് നമുക്ക് പറയാം. എങ്കിലും നിങ്ങളുടെ ജീവിതം കൂടുതൽ കുളമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ വഴി തന്നെ സ്വീകരിക്കാന്നേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും അവൻ്റെ ഭാഗത്തോ നിങ്ങളുടെ ഭാഗത്തോ ന്യായമുണ്ടെന്ന് നമുക്ക് പറയാനേ പറ്റുകയില്ല. എങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥിതി ഒത്തിരി നൂലാമാലകൾ നിറഞ്ഞതാണെന്ന് നമുക്കറിയാം. അത് കോംപ്ലിക്കേറ്റഡുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിറകെ പോകാൻ എല്ലാ സമയത്തും നമുക്ക് ആളുകളോട് പറയാൻ പറ്റില്ല.